മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും തല്ലുന്നവരെ കുറിച്ച് പലപ്പോഴായി നമ്മൾ കേൾക്കാറുള്ളതാണ്. ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവൻ അവർ മദ്യപിച്ച് തീർക്കും. വീട്ടുചെലവിന് നയാ പൈസ പോലും കൊടുക്കില്ല. ഇങ്ങനെ പട്ടിണിയിൽ കഴിയുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ. മദ്യപാനികളായ പുരുഷന്മാരുടെ ക്രൂരതയ്ക്ക് ഇരയാക്കേണ്ടി വരുന്നത് അവരുടെ ഭാര്യമാരും മക്കളുമാണ്. കോഴിക്കോട് കോടഞ്ചേരിയിൽ മദ്യപിച്ച് വീട്ടിലെത്തിയ യുവാവ് 2 വയസ്സുകാരനായ മകൻ്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഭാര്യയോടുള്ള വിരോധത്തിലാണ് കോടഞ്ചേരി സ്വദേശി സുഗു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടഞ്ചേരി തെയ്യപ്പാറ മേക്കൊത്തി കോളനിയിൽ താമസിക്കുന്ന ഭാര്യ നിധിയുമായി വഴക്കിട്ട് 2 വയസ്സുകാരനായ മകന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ ഡിസംബർ 1 രാത്രിയായിരുന്നു സംഭവം. മദ്യപിച്ച് പതിവായി വഴക്കിടുന്ന സുഗു ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പോകുമെന്നും ചെലവിന് നൽകാറില്ലെന്നും ഭാര്യ പോലീസിന് മൊഴി നൽകി. ചെലവിനുള്ള പണം ചോദിച്ചതിന്റെ പേരിൽ തന്നെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ഇവരുടെ പരാതി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കോട്ടയത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 താമരശ്ശേരി.